എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചാണ്. 3ഉം അടിപൊളി ടേസ്റ്റുള്ള നല്ല സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഈ 3 റെസിപ്പികളും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കയ്യിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു ക്യാരറ്റ് കുംസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിന്. ഇത് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആദ്യം തന്നെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വേവിച്ചിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പ് ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ക്യാരറ്റെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വരും. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ ക്യാരറ്റൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ചൂട് പോകാനായിട്ട് വെക്കുക. ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല, കുറച്ചേ വെള്ളമുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഊറ്റിക്കളയുക. എന്നിട്ട് നന്നായിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ലോണം ചൂട് പോയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വേവിച്ചെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. 3 ക്യാരറ്റിന് 5 മുട്ടയാണ് കണക്ക്. ആ ഒരു അളവിൽ തന്നെ എടുക്കുക. പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. 5 മുട്ട എടുക്കുമ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കറക്റ്റ് മധുരമായിരിക്കും. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാ ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ക്യാരറ്റ് കുംസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് മുന്തിരിയും റെഡിയായി കിട്ടും. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അങ്ങനെ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 1/4 ഭാഗം റെഡിയായി കിട്ടും. ഇതാ ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാകുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗം റെഡിയാകുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും അവിടെ നിൽക്കില്ല. അതുകൊണ്ട് 1/4 ഭാഗം ആകുന്ന സമയത്ത് ഇതുപോലെ തുറന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്നിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റും കൂടെ ചെറിയ തീയിൽ വേവിക്കാം. അപ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗം കൂടെ റെഡിയാകാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതേ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു മുകൾ ഭാഗവും കൂടെ റെഡിയായി കിട്ടും. ഇനി അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു 6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ ഇതാ ചൂടോടെ തന്നെ ഞാൻ ഇതുപോലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരു 7 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് മുകൾ ഭാഗമൊക്കെ കറക്റ്റായി വരും. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാവുന്നതാണ്. പിന്നെ ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാരറ്റ് കുംസാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് കുംസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത സ്നാക്ക് റെഡിയാക്കാം. അടുത്തത് നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാലയാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും പൊട്ടാറ്റോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ വേണം പൊട്ടാറ്റോ ഉടച്ചെടുക്കാൻ. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശക്കൊക്കെ ബാറ്റർ റെഡിയാക്കുന്നില്ല, ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടി ആവരുത്, ഒരുപാട് ലൂസും ആയി പോകരുത്. ഒട്ടും കട്ടകളില്ലാതെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാക്കറ്റിൽ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതി. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അടിപൊളി സമൂസ ഷീറ്റാണ്. ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരെ പകുതി ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ചെണ്ണം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കുറേ എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കണ്ട, കുറച്ചായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫില്ലിങ് എത്രയാണ് ഉള്ളത് അതിനാവശ്യത്തിനുള്ള ഷീറ്റല്ല വേണ്ടോ. അപ്പോൾ ഒരുപാടെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാണ്ട് കുറച്ചായിട്ട് നമുക്ക് വേണ്ടുന്നത്ര എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ഷീറ്റ് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ, ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് ആ ഫില്ലിങ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് റോളാക്കി കൊടുക്കുക.
ഇങ്ങനെ റോളാക്കിയിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു അറ്റത്ത് കുറച്ച് നമ്മൾ കലക്കി വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ബാക്കി ഉണ്ടാവും, അത് എടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ റോളും എടുത്തിട്ട് അതിൻ്റെ 2 അറ്റവും ഓപ്പൺ ആയിട്ടാണല്ലോ ഉള്ളത്, അതൊന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കയറും. അതുകൊണ്ട് മൈദയിൽ ഇതുപോലെ ഒന്ന് ഒരറ്റം മുക്കി കൊടുക്കുക. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ റെഡിയാക്കുക. എന്നിട്ട് അപ്പുറത്തെ അറ്റവും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. ഫില്ലിങ് ഉള്ളിൽ നിറച്ചത് കുറവാണെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. എന്നാൽ ആ ഒരു ഇത് ശരിക്കും നോക്കൂ. ഫില്ലിങ് നിറച്ചുണ്ടെങ്കിൽ ഒറ്റൊരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി. പരമാവധി പറ്റുന്നത് പോലെ അതിൽ നിറക്കുക. അങ്ങനെ ഇതാ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കിയ റോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്തിട്ട് ചൂട് ചായക്കൊപ്പം നോമ്പ് തുറക്കുമ്പോൾ നമുക്കിത് കഴിക്കാം. കൂടെ കെച്ചപ്പും കൂടെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കെച്ചപ്പും മുക്കി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഇതും നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ചിക്കനും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്ലേറ്റ് നിറയെ കൊണ്ടുവച്ചാൽ നിമിഷ നേരം കൊണ്ട് പ്ലേറ്റ് കാലിയാവും. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ലാത്ത രീതിയിൽ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ തന്തൂരി മസാലയും. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്,
1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലോർ മിക്സ് നമുക്ക് നല്ല ലൂസിലാണ് വേണ്ടത്, വെള്ളം പോലെയാണ് വേണ്ടത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1 കപ്പോളം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് തടി കൂടി പോകരുത്, നേരിയതായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതായപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. നമുക്കിതുപോലെ ഇങ്ങനെ മടക്കാൻ പറ്റണം, ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. തടി കൂടിക്കഴിഞ്ഞാൽ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മടക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ പൊട്ടാറ്റോ മുഴുവനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ മുഴുവനും ഇതാ ഇതുപോലെ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ കോൺഫ്ലോർ മിക്സും അതുപോലെ ചിക്കനും ഒക്കെ എടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ മിക്സ് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ഓരോ പൊട്ടാറ്റോ എടുത്തിട്ട് ഈ ഒരു കോൺഫ്ലോർ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ചിക്കനിൽ നിന്ന് ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഒരു പൊട്ടാറ്റോ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ചിക്കനും പൊട്ടാറ്റോവും കൂടെ ഒന്നിച്ചങ്ങ് കുത്തി കൊടുക്കുക. ഈ ഒരു രീതിയിൽ കുത്തി കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കുറേ എണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബട്ടർഫ്ലൈ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ പാന് നിറച്ചും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കനും ഫ്രൈ ആവണം, അതുപോലെ തന്നെ പൊട്ടാറ്റോവും ഫ്രൈ ആവണം. അതുകൊണ്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. തിരിച്ചു മറിച്ച് വിട്ടിട്ട് ബട്ടർഫ്ലൈ ചിക്കനെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കനും പൊട്ടാറ്റോ എല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ബട്ടർഫ്ലൈ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ കെച്ചപ്പും വെച്ചിട്ടുണ്ട്. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പം 3 സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കി നോക്കുക. 3 നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.